ജീവിച്ചല്ല 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. അത് യൂറിനറി സ്റ്റോണിന്റെ വേദനയാണ്. ഇത് 38 വർഷം ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തൊരു ഡോക്ടറിന്റെ ഡയലോഗാണിത്. 2021 മെയ് 12 ആലപ്പുഴക്കാരി ഉഷ ജോസഫ് വയറ്റിലൊരു മുഴയുണ്ട് എന്നതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോകുന്നത്. 10-ാം തീയതിയാണ് ഡോക്ടറിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. 12/5 തന്നെ സർജറിയും കഴിഞ്ഞിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ സർജറിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ആർട്ടറി ഫോസപ്സ് എന്ന സാധനം ഈ പേഷ്യൻറ്റിൻ്റെ വയറ്റിൽ വെച്ച് മറന്നുപോയി. മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഈ ഒരു വലിയ തെറ്റിന് കഴിഞ്ഞ 5 വർഷമായി ഉഷ ജോസഫ് വേദന കടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നം വഷളായപ്പോൾ അന്നത്തെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ആയിരുന്ന ഡോക്ടർ ലളിതാംബികയ്ക്ക് രംഗത്തേക്ക് വരേണ്ടി വന്നു. അങ്ങനെ തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി പുള്ളിക്കാരി പറഞ്ഞ ആൻസറാണ് ഇപ്പോൾ കണ്ടത്. ഒരു പേഷ്യൻറ്റിൻ്റെ സഫറിങ്സിനെ ഇത്രയും നിസ്സാരവൽക്കരിച്ച് സംസാരിക്കുന്ന ഒരു ഡോക്ടറിനെ ഒരുപക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവരുടെ തെറ്റാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം ആ സർജറി ചെയ്ത ഡോക്ടറിൻ്റെ മിസ്റ്റേക്ക് തന്നെയാണത്. പക്ഷേ അന്നത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ടിരുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ ഉത്തരവാദിത്തം ഏൽക്കേണ്ട കടമ കൂടിയുണ്ട്. പക്ഷേ അതിനെ നിസ്സാരവൽക്കരിച്ച് 5 അല്ല 50 വർഷമായാലും അങ്ങനെ ഒരു സാധനം വയറ്റിനുള്ളിൽ കിടന്നാൽ പേഷ്യൻറ്റിന് ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നതിലാണ് എനിക്ക് അത്ഭുതം തോന്നിയത്. ഇതിൻ്റെ ഇടയിൽ പേഷ്യൻറ്റിൻ്റെ ഫാമിലി പറയുന്ന ഒരു കാര്യമുണ്ട്. തലേദിവസം പോയി ഡോക്ടറിൻ്റെ വീട്ടിൽ പോയി പണം കൊടുത്തിരുന്നു എന്നുള്ളത്. ഡോക്ടർ അതിനെ വളരെ വിദഗ്ധമായിട്ട് നിഷേധിക്കുന്നുമുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലും നമ്മൾ പോകുമ്പോൾ അതൊരു സർജറി ആണെങ്കിൽ നമുക്ക് ബെറ്ററായിട്ടുള്ള ഒരു കെയർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മേളിലുള്ള സർജൻ തൊട്ട് താഴെയുള്ള അറ്റൻഡർ വരെ കുറച്ച് പൈസ കൊടുത്തേ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ആ രീതിയിലുള്ളൊരു കെയർ അവിടെ നിന്ന് കിട്ടത്തുള്ളൂ. അടുത്തത് നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണമാണ്. ഇതുപോലെയുള്ള ഓരോ മെഡിക്കൽ നെഗ്ലിജൻസ് കേസസ് വരുമ്പോഴും ഒറ്റപ്പെട്ട സംഭവമാണെന്നും ശക്തമായ നടപടി എടുക്കുമെന്ന് പറയുന്നതല്ലാതെ അടുത്ത സംഭവം നടക്കുന്നത് വരെ അതിന് പ്രത്യേകിച്ച് വലിയ ആക്ഷൻസ് ഒന്നും നടക്കുന്നതായിട്ട് കാണുന്നില്ല. ഈ കേസിൽ ഒരു സസ്പെൻഷനോ അല്ലെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്യുന്നതോ മാത്രമല്ല ഇതിനുള്ള പരിഹാരം. കഴിഞ്ഞ 5 വർഷമായി ഉഷ ജോസഫ് അനുഭവിച്ച ആ ഒരു വേദനയ്ക്ക് നഷ്ടപരിഹാരം എന്ന നിലയിൽ അന്നത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഒരു കോമ്പൻസേഷൻ എമൗണ്ട് ഉഷ ജോസഫിന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരു ചികിത്സാ പിഴവിൻ്റെ പേരിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനെ എതിരെ കേസെടുക്കുമ്പോൾ എന്തുകൊണ്ട് അന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഡോക്ടറിനെതിരെയും കേസെടുക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആ ഡോക്ടറിനെ ഒരു സസ്പെൻഷനിൽ ഒതുക്കാതെ ശക്തമായിട്ട് തന്നെ അവർക്കെതിരെ നിയമ നടപടി എടുക്കേണ്ടതുണ്ട്. കാരണം ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിന് ഒരു പക്ഷേ ശരിയാണ്, ഉത്തരവാദിത്വമില്ലായ്മ എന്നൊരു പേരിൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കാം. പക്ഷേ താഴെ തൻ്റെ കീഴിലുള്ള ഒരു ഡോക്ടർ ചെയ്ത ഒരു തെറ്റിന് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനെ അല്ല ശിക്ഷിക്കപ്പെടേണ്ടത്. അത് ആ തെറ്റ് ചെയ്ത ആൾക്ക് തന്നെ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. ഇവിടെ ആരോഗ്യമന്ത്രി ഡോക്ടറിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഡോക്ടർ ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റത്തിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഇങ്ങനെ പരസ്പരം പഴിചാരാതെ ഇനി ഇതുപോലെ ഇൻസിഡൻറ്റ് ഉണ്ടാവാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആലോചിക്കുന്നത്.